പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതമാവുകയാണ്. ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാൻ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തി. ഖത്തറിൽ കുഞ്ഞടക്കം 3 പേർക്കാണ് പരിക്കുള്ളത്. ഹോർമസ് കടലിടുക്കിൽ ഇന്ത്യൻ ചരക്ക് കപ്പലിന് നേരെ ആക്രമണമുണ്ടായി. ഒരു നാവികനെ കാണാതായി. തെക്കൻ ഇറാനിലെ 140 കേന്ദ്രങ്ങളിൽ ആക്രമണങ്ങളും സ്ഫോടനങ്ങളും നടത്തിയെന്ന് അമേരിക്കൻ സെന്റർ കമാൻഡ് അറിയിച്ചു. 5 ഗൾഫ് രാജ്യങ്ങളിലേക്കും ജോർദാനിലേക്കുമാണ് ഇറാനിൽ നിന്നും ശക്തമായിട്ടുള്ള ആക്രമണം ഉണ്ടായത്. UAE, ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ, ഒമാൻ എന്നിവിടങ്ങളിലേക്കൊക്കെ ആക്രമണങ്ങളുണ്ടായി. ഖത്തറിൽ 3 പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റു. ഒരു പിഞ്ചു കുഞ്ഞടക്കം 3 പേർക്കാണ് മിസൈൽ അവശിഷ്ടങ്ങൾ വീണ് പരിക്കേറ്റത്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി ആഭ്യന്തര മന്ത്രാലയം സ്ഥിരീകരിക്കുന്നുണ്ട്. UAEക്ക് നേരെ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം. എല്ലാം തന്നെ UAE പ്രതിരോധിച്ചു. അതോടൊപ്പം തന്നെ ഖത്തറിലേക്കും കുവൈറ്റിലേക്കും ഉണ്ടായിട്ടുള്ള ആക്രമണം അവിടെയുള്ള അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു. ബഹ്റൈനിൽ അമേരിക്കയുടെ നാവിക താവളം ലക്ഷ്യം വെച്ചതായി ഇറാൻ സ്ഥിരീകരിക്കുന്നുമുണ്ട്. ഒമാനിൽ ആക്രമണം ഉണ്ടായത് മുസണ്ടത്തിലേക്കാണ്. ഡ്രോൺ ഉപയോഗിച്ചായിരുന്നു ആക്രമണം. അത് പ്രതിരോധിച്ചതായി ഒമാനും വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ വലിയ ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഇതോടൊപ്പം തന്നെയാണ് ഹോർമൂസിലുണ്ടായിട്ടുള്ള ആക്രമണം. ഹോർമൂസിൽ ഇന്ത്യൻ ചരക്ക് കപ്പൽ ആക്രമിക്കപ്പെട്ടു. GFS ഗാലക്സി എന്ന് പറയുന്ന ചരക്ക് കപ്പലാണ് ആക്രമിച്ചത്. ഇറാന്റെ ആക്രമണത്തിൽ ചരക്ക് കപ്പലിന് തീ പിടിച്ചു. 11 നാവികർ ചരക്ക് കപ്പലിൽ ഉണ്ടായിരുന്നു. ഇതിൽ 10 പേരെ രക്ഷിച്ചു. ഒരാളെ കാണാതായെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നുണ്ട്. ആക്രമണത്തെ ഇന്ത്യ ശക്തമായി അപലപിക്കുന്നുമുണ്ട്. 2 കപ്പലുകൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയതെന്ന്, ഹോർമൂസിൽ ആക്രമണം നടത്തിയതെന്ന് ഇറാൻ സ്ഥിരീകരിക്കുന്നുമുണ്ട്. ഏതായാലും ഹോർമൂസ് തന്നെയാണ് ഇപ്പോൾ ഈ ആക്രമണത്തിന്റെ ഒക്കെ കേന്ദ്രം അല്ലെങ്കിൽ തുടക്കം എന്ന് പറയുന്നത്. ഹോർമൂസിൽ ഇത്തരത്തിൽ ഇറാൻ ആക്രമണം നടത്തിയതിന്റെ ബദൽ ആക്രമണമാണ് തെക്കൻ ഇറാനിൽ ഉണ്ടായിട്ടുള്ളത്. ബന്ദർ അബ്ബാസിൽ വലിയ സ്ഫോടനമുണ്ടായി. അതോടൊപ്പം തന്നെ ഗുഷൈമിൽ വലിയ ആക്രമണം അമേരിക്ക നടത്തി. 140 കേന്ദ്രങ്ങളിലായി 300 ആക്രമണം നടത്തിയെന്നാണ് അമേരിക്കൻ സെന്റർ കോം തന്നെ സ്ഥിരീകരിക്കുന്നത്. ഏതായാലും ഗൾഫ് മേഖലയും പശ്ചിമേഷ്യയും ഒക്കെ ഇപ്പോൾ വലിയ ഒരു സംഘർഷാവസ്ഥയിലാണ്. സുരേഷ് വെളിമുറ്റം, മാതൃഭൂമി ന്യൂസ്, ദുബായ്.